എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇതിപ്പോൾ വ്യാഴാഴ്ച ദിവസമാണ്. രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മുറ്റമൊക്കെ നനഞ്ഞ് കിടക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുറ്റം മൊത്തത്തിൽ നനഞ്ഞ് കിടക്കും. അത് പപ്പ കഴുകുന്നതുകൊണ്ടാണ്. ഇതിപ്പോൾ മഴ പെയ്തിട്ട് നനഞ്ഞ് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ ഷെൽട്ടറുള്ള ഭാഗത്തേക്ക് ഉണങ്ങി കിടക്കുന്നത്. അപ്പോൾ അത് മഴ പെയ്തിട്ട് നനഞ്ഞ് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചൂടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റിച്ചാർഡ് എത്തേണ്ട ദിവസമാണ്. രാവിലെ തന്നെ 7:30 അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് നെടുമ്പാശ്ശേരിയിൽ. 10 മണിയോടുകൂടി നമ്മളുടെ വീട്ടിൽ റിച്ചാർഡ് എത്തിയിട്ടുണ്ട്. ആരാണ് പൊന്ന? ആരാണ് പൊന്ന വന്നത്? ആരാണിപ്പോൾ വന്നത്? ആരാണ് വന്നത്? റിച്ചാർഡ് ചേട്ടൻ. ആരാണ് വന്നത്? അവൻ കയറട്ടെ. അവള് പുറത്തേക്ക് ഇറങ്ങും. അല്ലെങ്കിൽ ഒരു ഫോട്ടോന്ന് ഞാൻ പറ്റ സാറ്റിനെ ഉണ്ടോ? അത് കൊണ്ടോ? ഇത് കൊണ്ടോ? പിടിച്ചോ. എന്നോട് പറയണേണ്. ആരാണിപ്പ വന്നത്? എടാ അവർക്ക് ശ്വാസം മുട്ടലൊക്കെയാണ്. ചേട്ടൻ വന്ന പിന്നെ ചേട്ടൻ വന്ന ചേട്ടൻ വന്ന ചേട്ടൻ്റെ ചേട്ടൻ്റെ രണ്ടത് ചേട്ടൻ വന്നേക്കണ കണ്ട. എന്താ സംഭവം മനസ്സിലാണില്ലല്ലോ. അല്ല, ഇതിനേലും കഷ്ടമാണ് എപ്പോഴും. ഇതിനേലും കഷ്ടമാണ്. ഇപ്പൊ ഇത്തിരിയെങ്കിലും വന്നു. റിച്ചാർഡ് ഇന്നൊരു 7:30 മണിയോടുകൂടിയൊക്കെ നെടുമ്പാശ്ശേരിയിൽ എത്തിയതാണ്. പിന്നെ റിച്ചാർഡിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സാരിനെ കൊച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരിതുവരെ കണ്ടിട്ടില്ല. നമ്മൾ കല്യാണം എല്ലാം ഉറപ്പിച്ച് എല്ലാം കഴിഞ്ഞ് കല്യാണ ഡേറ്റും എല്ലാം നിശ്ചയിച്ചെങ്കിലും ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പം മീറ്റ് ചെയ്തത് എയർപോർട്ടിൽ വെച്ചാണ്. അപ്പോൾ അവിടെ ബൊക്കയൊക്കെ ഇട്ട് മോള് ചെന്നിട്ടുണ്ടായിരുന്നു. മോളുടെ കൂടെ ഇത് ബ്രദറും കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവർ വരണ വഴിക്ക് കടയിൽ എവിടെയോ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മസാല ദോശയൊക്കെ കഴിച്ചെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇന്നിപ്പോൾ റിച്ചാർഡിന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഇങ്ങോട്ട് കയറിയില്ല. സാറ്റിന ഇവിടെ വരണതിന് മുമ്പ് വീട്ടിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. വരണ വഴിക്ക് തന്നെ സാറ്റയുടെ വീട്ടിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ്റിനെ ഇല്ല. സാറ്റിനെ ഇനി പിന്നീട് നമ്മളുടെ വീട്ടിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരുള്ളൂ. സാറ്റിനയുടെ ഡാഡിയും എത്തിയിട്ടില്ല, വിദേശത്താണ്. അപ്പോൾ ഡാഡിയും കൂടി വന്നു കഴിഞ്ഞിട്ടേ സാറ്റിന് ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ റൂബീനെ കാണിക്കണമല്ലോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ എടുക്കണ നേരത്ത് അവർ പോവുകയും ചെയ്തു. നിങ്ങളെല്ലാവരും റൂബി റിച്ചാർഡും കൂടി മീറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് സാറ്റിനെ കൊച്ച് കൊടുത്ത ബൊക്കെ. അതിൻ്റെ അകത്ത് 5 കാറ്, ഞാൻ ഞെട്ടിപ്പോയി. 5 കാർ അതിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്യിച്ചിട്ടൊക്കെ എടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. കാറ് കൂടിയിട്ട് നേരത്തെ തന്നെയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടാകുന്നത്. അങ്ങനെ അതൊക്കെ ഞാനൊന്നെടുത്ത് നോക്കിയതാണ് കേട്ടോ. എന്തെല്ലാം കരുതലുകളാണല്ലേ. നമ്മളെക്കാളൊക്കെ എത്ര ബെറ്ററാണ് ഇന്നത്തെ തലമുറയെന്ന് എനിക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നു. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് സൂക്ഷിച്ച് അതവർ വരുമ്പോൾ കൊടുക്കാനൊക്കെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം.
പിന്നെ നമ്മുടെ റൂബി കൊച്ചാണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ അങ്ങോട്ട് അവൾക്ക് സന്തോഷപ്രകടനമൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരുപാട് അങ്ങോട്ട് സന്തോഷിക്കുമ്പോൾ അവൾക്ക് തൊണ്ട കെട്ടിയിട്ട് അവൾ ഇങ്ങനെ പിന്നെന്തോ ഇങ്ങനെ തുപ്പിക്കളയാൻ ശ്രമിക്കണ്, തൊണ്ടയിലെന്തോ കെട്ടിയിരിക്കണ പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. പിന്നെ ശ്വാസം മുട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രായം മാറിയല്ല, 8 വയസ്സാകാറായില്ലേ. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ അവളുടെ ശരീരത്തിലുണ്ടാവും. അപ്പം അങ്ങനെ ഏതായാലും അവൾക്ക് പറ്റുന്ന രീതിയിൽ അവളുടെ ആരോഗ്യത്തിന് പറ്റുന്ന ആ ഒരു ഇതിൽ സന്തോഷപ്രകടനമൊക്കെ കാണിച്ച് പിന്നെ ചേട്ടൻ്റെ ഒപ്പം തന്നെ നടന്നു വെച്ചിട്ട് അത്രയും ഇഷ്ടമാണ് 2 പേർക്കും. എല്ലാവർക്കും അവളെ ഇഷ്ടമാണല്ല. അപ്പോൾ അവളങ്ങനെ എല്ലാവരും പോയി വീട് കാലിയായിട്ട് അവൾ വിഷമിച്ചിരിക്കണമായിരുന്നു ശരിക്കും. അപ്പോഴാണ് ചേട്ടൻ വന്നത്. ചേട്ടൻ ഒരു ഇപ്പോൾ ശരിക്കും 23 കിലോയാണ് കേട്ടോ റിച്ചാർഡിന് കുറഞ്ഞേക്കണത്. 6 മാസം കൊണ്ട് 23 കിലോ. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ശരീരത്തിനുണ്ട്. അത് സാരമില്ല. ഒന്നാമത് അവരുടെ BMI കറക്റ്റ് ചെയ്യാതെ നിവർത്തിയില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കല്യാണമായതുകൊണ്ട് നമ്മൾ ഇത്തിരി ഒന്ന് ആളെ നന്നാക്കി എടുക്കാതെ നിവർത്തിയില്ല. അപ്പോൾ വീണ്ടും വണ്ണം കൂടി, വീണ്ടും BMI പ്രശ്നമൊക്കെ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. വണ്ണം കൂടുമ്പോൾ നല്ല ഒരു തുടിപ്പ് തോന്നും ശരീരത്തിന്, അതൊരു ഭംഗിയാണ്. പക്ഷെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ആ തുടിപ്പും കൊണ്ട് പോയിട്ട് കാര്യമില്ല. ജോലിക്ക് മെഡിക്കലിന് തോറ്റുപോകും. കഴിഞ്ഞ പ്രാവശ്യം മെഡിക്കലിന് തോറ്റുപോയി നമ്മൾ കണ്ടതായിരുന്നു, നിങ്ങളൊരു ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാരമില്ല, കല്യാണമാകുമ്പോൾ നമുക്കൊന്ന് 1 മാസം കൊണ്ടൊന്ന് ഇത്തിരി ഒന്ന് മുഖമൊക്കെ ഒന്ന് തുടിപ്പിച്ച് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ആളാകെ അവശനാണ്, വളരെയധികം അവശനാണ്. എങ്കിലും സാരമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഹെൽത്ത് ഓക്കെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇവൻ വണ്ണം കുറഞ്ഞ് മുടിയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ആൾ മോശമായിട്ടാണ് വന്നേക്കുന്നത്. ഞാനത് അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വല്ലാതെ അങ്ങോട്ട് ദേഷ്യപ്പെടും. അവൻ പറയും, മമ്മി കണ്ടതല്ലേ എനിക്ക് തൂക്കം കൂടിയിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ പോയി, എന്നിട്ട് വീണ്ടും മമ്മി ഇങ്ങനെ പറയല്ലേ, വണ്ണം കൂട്ടണമെന്ന് പറയല്ലേ. ഞാൻ പറഞ്ഞു, ഇവിടെ കല്യാണ ആൽബത്തിലൊക്കെ നമ്മൾ ഇത്തിരി ഭംഗിയായിട്ടൊക്കെ ഒന്ന് ആകണ്ടേ, നിൽക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും ഒരു ഇത്തിരി ശരീരമൊക്കെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചേട്ടാ. എന്ത് തന്നെ ആയാലും വണ്ണം ഇത്തിരി കുറഞ്ഞെന്നല്ലേ ഉള്ളു. ശരീരഭാഗത്തിനൊന്നും ഒരു കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ചിലവർക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയും കൈകാലുകൾ നഷ്ടപ്പെടുകയും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊന്നുമില്ല. ശരീരം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലേ ഉള്ളു, കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അതുപോലെ തന്നെ താടി ഒക്കെ ഉണ്ടായിരുന്നത് ഷിപ്പിൽ വെച്ചിട്ടൊന്ന് ട്രിം ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഷിപ്പ് ഒലഞ്ഞപ്പോഴത്തേക്കും ആ ട്രിം ചെയ്യണ അതങ്ങ് തന്നെ അങ്ങോട്ട് കയറിയിട്ട് അതും പോയി. അപ്പം മൊത്തത്തിൽ ശോകാവസ്ഥയിലാണ് ആൾ വന്നേക്കണത്. എങ്കിലും നമുക്ക് ശരിയാക്കിയൊക്കെ എടുക്കാം. പിന്നെ ഇവർക്ക് അധികം ഇങ്ങനെ ഷോപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ല. എപ്പോഴോ ഇറങ്ങിയപ്പോഴത്തേക്കും മേടിച്ച സാധനങ്ങളൊക്കെയാണ് ഈ കൊണ്ടുവന്നേക്കണത്. ഇത് ലണ്ടൻ, സോറി, നന്നായിട്ടുണ്ട്. ഇത് 3D സെക്റ്റാണല്ലേ. പിന്നെ ബാക്കി പോരട്ടെ. അയ്യോ, അന്ന് തുറക്ക ടെലിഫോൺ ബൂത്ത്. ഓ, ഇത് അന്നത്തത്. അത് നമുക്ക് മറന്നു. ഞാൻ തുറക്കാനും പറ്റും, ഡോറ് തുറക്കാൻ പറ്റും. ടെലിഫോൺ ബൂത്ത്. ഇത് ഷാർപ്പണറാണ് താഴെ, മറ്റേ പോസ്റ്റ്. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞ് ഇതിൻ്റെ നടുക്ക് തന്നെ ഉണ്ട് കേട്ടോ. അവൾക്ക് എല്ലാ സാധനങ്ങളും മണത്ത് നോക്കണം, ചെക്ക് ചെയ്യാതെ അവൾ വിടൂല. അങ്ങനെ നടുക്കിരുന്ന് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് പപ്പ അങ്ങനെ എടുത്തതാണ്. കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഇവർ വലിയ ഇപ്പോൾ നമ്മൾ കരയിൽ നിന്ന് ജോലി ചെയ്യുന്നവരെ പോലെ ഷോപ്പ് ചെയ്യാനുള്ള അവസരങ്ങളൊന്നും ഇവർക്കില്ല. ഇവർക്ക് ചിലപ്പോൾ ഷോർ ലീവ് കിട്ടിയാൽ ഇങ്ങനെ ഒരു ടൈം കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരണം. അപ്പോൾ അവർക്ക് ഒരുപാട് ഷോപ്പിൽ നടന്ന് ഇങ്ങനെ നോക്കിയെടുക്കാനോ ഒന്നും പറ്റൂല. അപ്പോൾ കൈ കിട്ടുന്നതൊക്കെ മേടിച്ചിട്ട് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവൻ മേടിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിലിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പം നേരെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സാറ്റിനൊക്കെ കൊടുക്കാനായിട്ട് എന്തൊക്കെയോ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് അവൻ വിചാരിച്ച സാധനങ്ങൾ വിചാരിച്ച പോലെ കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ നാട്ടിൽ നിന്ന് മേടിച്ചു കൊടുക്കാമെന്നൊക്കെ അവൻ പറഞ്ഞ് പിന്നെ അവിടെ കിട്ടിയ ചെറിയ ചെറിയ സാധനങ്ങൾ കയ്യിൽ കിട്ടിയത് എന്തൊക്കെയോ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ആകപ്പാട് ഇത്തിരി കൂടുതലായിട്ട് മേടിച്ചൊക്കെ പെർഫ്യൂം മാത്രമേ ഉള്ളൂ. പെർഫ്യൂം അങ്ങനെ സാറ്റിനൊക്കെ കൊടുക്കാനും പപ്പക്കും എനിക്കും അങ്ങനെ പെർഫ്യൂമൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ബർബറിയാ നേരത്തെ ഒരു തവണ എനിക്ക് കൊണ്ടുവന്ന ആ ഒരു പെർഫ്യൂം, പഴത്തിൻ്റെ സ്മെല്ലുള്ള പെർഫ്യൂം അടിപൊളിയായിരുന്നു. അപ്പോൾ അതെനിക്ക് മേടിക്കാൻ വേണ്ടി അവൻ നോക്കിയിട്ട് കിട്ടിയില്ല. അതിൻ്റെ സാമ്പിൾ മാത്രമാണ് കിട്ടിയത്. അത് അവിടെ ഇല്ലായിരുന്നു. ആ സാമ്പിളാണ് തന്നത്. അത് മാത്രമേ ഉള്ളെന്നും പറഞ്ഞിട്ട്. അറബി വേണം. ഇതാർക്ക് പഠിച്ചതാ? 9 മണിയാ. 9 മണി സമയം ചോദിക്കാൻ 9 മണി എന്ന് പറഞ്ഞാൽ അറബി മണമാണത്. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്തായാലും മേടിക്കും. ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട്. അത് ഫ്രിഡ്ജിന്മേൽ കുറച്ചധികം ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു കളക്ഷനും കൂടി 2-3 മേടിച്ചിട്ടുണ്ട്. പിന്നെ പെർഫ്യൂം എല്ലാം പൊട്ടിക്കാനായിട്ടൊക്കെ പപ്പയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സാറ്റിനെ കൊച്ചിനുള്ളതാണിത്, അത് പൊട്ടിക്കരുത്, അത് മാറ്റി വെക്കെന്ന് പറഞ്ഞ്. ഇതെനിക്കുള്ളത്, മറ്റേത് പപ്പക്കുള്ളത്. മേടിക്കാൻ പറ്റില്ല. ക്യൂട്ടാ. അപ്പോൾ ആ ടെലഫോൺ ബൂത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ട് അവൻ മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ കുറേ ടെലഫോൺ ബൂത്തുകളൊക്കെ ഇങ്ങനെ കണ്ടുവെക്കും ക്രിസ്മസ് ഡെക്കറേഷനിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ചെറുത് കണ്ടു കഴിഞ്ഞപ്പോൾ കൈ കിട്ടിയത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ അവൻ്റെ കോമഡിയൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാഗ് അത്ര വലിയ ഒരു സംഭവമായിട്ട് തോന്നാഞ്ഞതുകൊണ്ട് സാറ്റിനെ കൊച്ചിന് ഇത് കൊടുക്കണ്ട, വേറെ ബ്രാൻഡഡ് എടുക്കാമെന്ന് അന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് US നിന്ന് ഇത് ലണ്ടനിൽ നിന്നൊക്കെ എവിടെ നിന്നെങ്കിലും ഇറങ്ങുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ അവർക്ക് മേടിക്കാൻ പോകാനൊന്നും പറ്റിയില്ല. പറ്റുന്നതൊന്നും കിട്ടിയില്ല. ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് പോലും അവന് കിട്ടിയില്ല. ഡ്രസ്സെന്ന് വെച്ചാൽ അവന് ഇടാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്ന് നമ്മൾക്ക് ഡ്രസ്സൊന്നും കൊണ്ടുവരില്ല, കാരണം നമുക്ക് പറ്റൂല അവിടുത്തെ ഡ്രസ്സുകൾ. അളവും ശരിയല്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. പണ്ട് പപ്പ എനിക്ക് കൊണ്ടുവരുമായിരുന്നു, പിള്ളേർക്കൊക്കെ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അളവൊന്നും പറ്റാതെ നമുക്ക് ഇടാൻ പറ്റാതെ ആ ഡ്രസ്സ് മാറ്റി വെക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെ പണ്ടേ പപ്പയുടെ അടുത്ത് ഞാൻ പറയും ഒന്നും മേടിച്ചുകൊണ്ട് വരല്ലേ, കാരണം നമുക്ക് പറ്റൂല ഉപയോഗിക്കാനായിട്ട്. ഇവിടെ വന്നിട്ട് മേടിക്കാം എന്ന് പറയും. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ പണ്ട് ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്, മറ്റേ നമ്മുടെ എന്താണ് മേക്കപ്പ് ബോക്സുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പപ്പയും സാധാരണ കൊണ്ടുവരണം കേട്ടോ. അല്ലാതെ ഡ്രസ്സുകൾ അവിടെ നിന്ന് പറ്റൂല, അങ്ങനത്തെ ഒന്നും മേടിക്കാറൊന്നുമില്ല. പിന്നെ വാച്ച് കൊണ്ടുവരാറുണ്ട് പപ്പക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരാറുണ്ട്. പപ്പക്ക് ഇട്ട് നോക്കിയിട്ടൊക്കെ എടുക്കാമല്ലോ അങ്ങനെ. അപ്പോൾ അതേ സാറ്റിനെ കൊച്ചി 5 കാർ അവന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കാറൊക്കെ നല്ല വിലയുള്ള കാറുകളാണ് കേട്ടോ. ചെറിയ കാറാണെങ്കിൽ വിലയുള്ള കാറുകൾ തന്നെയാണ്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു മമ്മി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചത് പൊട്ടിച്ചേ, സ്മെല്ല് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ഒന്നിച്ച് പൊട്ടിപ്പിച്ച് സ്മെല്ലൊക്കെ നോക്കണം കേട്ടോ. പപ്പക്കാണെങ്കിൽ പെർഫ്യൂമിൻ്റെ ഭയങ്കര ക്രേസുള്ള ആളാണ്. ഒരുപാട് പെർഫ്യൂമുകൾ പപ്പ പണ്ട് കൊണ്ടുവരുന്നത്. പപ്പ വരുമ്പോഴെല്ലാം പെർഫ്യൂം ഒരുപാട് കൊണ്ടുവരും. അതും നല്ല പെർഫ്യൂംസ് ആയിരിക്കും കൊണ്ടുവരാൻ. പക്ഷേ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ആ ബ്രാൻഡൊന്നും പപ്പക്ക് അറിയില്ല. പണ്ടത്തെ ബ്രാൻഡുകളൊക്കെയാണ് പപ്പക്ക് അറിയാവുന്നത്. അപ്പോൾ അങ്ങനെ പപ്പ അതൊക്കെ കാണിക്കണേണ്. പപ്പക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇത് ഓരോരുത്തർക്കും ഓരോന്നേ കൊടുത്തെങ്കിലും നമ്മളെല്ലാവരും എല്ലാം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അല്ലാതെ ഒരാൾക്ക് കൊടുത്തത് മാത്രമല്ല ഒരാൾ ഉപയോഗിക്കണത്. അതവിടെ കൊണ്ടുപോയിട്ട് വെക്കും, ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് എല്ലാവരും ഉപയോഗിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇനി പെർഫ്യൂം വെക്കാനായിട്ട് സ്ഥലമില്ലാത്തൊരവസ്ഥ ആയിട്ടുണ്ട്. അത്രയും പെർഫ്യൂം വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും എത്രയധികം പെർഫ്യൂം ഉണ്ടെങ്കിലും പപ്പക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതെല്ലാം മാറി മാറി അടിക്കും. ഇതിന് 13,000 രൂപ, 13,000 ഇതിന്. ഭയങ്കര വെയിറ്റ് ഇട്ടാ കുപ്പി, ഭയങ്കര കട്ട കുപ്പിയാ. എടാ നിന്റെ കമ്പനിക്ക് എന്താണ്, എങ്ങനെയാണ് ഇത്ര പൈസ? ഇവിടെ ഒരുത്ത 2 ദിവസം മുമ്പാണ് യാത്ര തുടങ്ങിയത്, ഇപ്പഴാ എത്തിയത് വീട്ടില്.
എടാ ഇപ്പൊ നാളെ രാവിലെ എത്തത്തുള്ളൂ ഷിപ്പ്. എടാ ഏടേക്ക് കണ്ടാടാ കുഞ്ഞു വണ്ടി കൊച്ചെന്റെ ഇടങ്ങി പാക്ക് ആ പാക്കുളി കൊണ്ടുപോവാൻ കൊച്ചിനെ കൊച്ചിനെ പാക്കുളിക്കൊണ്ട് സുന്ദരിയായിട്ട് വീട്ടിയിരിക്കും. കൊച്ചിനെ വിളിക്കാത്ത എന്താണ് പുതിയ വണ്ടിയാ അവിടെ കൊറേ വണ്ടിയുണ്ട്. സാറ്റിനെ കൊച്ചു കൊറേ വണ്ടി കൊടുത്ത് അത് ഇവൻ മേടിച്ചോണ്ട് വന്ന വണ്ടിയാണത്. സാറ്റിനെ കൊണ്ടുവന്നൊക്കെയാണ്. സാറ്റിനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ബൊക്കയൊക്കെ കൊടുത്ത് അതിൻ്റെ അകത്ത് കണ്ട് ബൊക്കയൊക്കെ കൊടുത്തിട്ട് ഞാൻ തിരിച്ച് കാണിക്കാം കേട്ടോ. ഇങ്ങനെ കാണിക്കാം. കണ്ടാ ചൂടുചക്രം 5 പിന്നെ ബൊക്കേൻ്റെ അകത്ത് ഇരുന്നേച്ചത്. ഞാൻ പിന്നെ ബൊക്കെ മാറ്റി അത് അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ, അത് ഉണങ്ങിപ്പോയില്ലെന്ന് വിചാരിച്ച് ഫ്ലവർ വൈസ് ആക്കി വെച്ചതാണ് അവിടെ. എന്നിട്ട് അതിനകത്തുനിന്ന് കാറൊക്കെ പറിച്ചെടുത്തത്, കാറൊക്കെ സെറ്റാക്കി. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടാവും. കാരണം എൻ്റെ വോയിസ് ഇന്ന് നേരെ ആയിട്ടുണ്ട്. ഇന്നലത്തെ വോയിസ് അല്ലല്ല ഞാനിന്ന് സംസാരിക്കുന്നത്. ഒരുപാട് സങ്കടങ്ങളും കേട്ടിങ്ങനെ തിങ്ങിയാണ് ഞാൻ ഓരോ വീഡിയോയും ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നത്. ഏതായാലും റിച്ചാർഡ് എത്തിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ പ്രീ-കാന കോഴ്സാണ് കേട്ടോ. അടുത്ത ദിവസം രാവിലെ അവന് 7:30 പോകണം. തുടങ്ങുന്നത് 8-ാം തീയതിയാണ് തുടങ്ങുന്നത്. 8, 9, 10 3 ദിവസം പോകണം. വൈകുന്നേരം വീട്ടിലെത്താം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒത്തിരി നേരം റയനക്കുടി സംസാരിച്ച് 11:45 കഴിഞ്ഞിട്ടുണ്ട്. മീൻ വന്നിട്ട് അതവിടെ രാവിലെ തന്നെ കൊണ്ടുവന്നതാണ് ഷാജിയ. മീൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേഗം ഞാൻ ഇത്തിരി ചോറും വെച്ച്. അപ്പോൾ റിച്ചാർഡ് ഇങ്ങനെ പറയുന്നുണ്ട്, മമ്മി എനിക്ക് കുമ്പാവ് കഴിക്കണം, കുമ്പാവ് കുറേ നാളായില്ലേ കഴിച്ചിട്ട്. ഞാൻ പറഞ്ഞാൽ അന്നേ ശരി എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തണുപ്പ് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ പറഞ്ഞ് വെക്കണ്ട മമ്മി, ഞാൻ മേടിച്ച് കഴിച്ചോളാം. പക്ഷെ എന്ത് പറ്റി, അവൻ ഒരു 1 മണിയൊക്കെ 1:30 ആയപ്പോഴത്തേക്കും കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ വിചാരിച്ച് അവനെ എഴുന്നേറ്റ് ഓർഡർ ചെയ്ത് സാധനം വരുമ്പോഴത്തേക്കും ഒത്തിരി നേരമാവൂലേ, അവൻ അത്ര നേരം വിശന്നിരിക്കണ്ടേ. ഒന്നാമത് ക്ഷീണിതനായി അവശനായി നിൽക്കണം. അന്നേ പിന്നെ ബിരിയാണി അങ്ങോട്ട് ഏതായാലും ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ആ മീൻ വെട്ടി അതൊന്ന് പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പകുതി പുരട്ടിയും വെച്ച്. പപ്പക്ക് ചോറ് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ വേറൊന്നും ഞാൻ ഉണ്ടാക്കില്ല. ഈ ബിരിയാണി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തും അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാലഡ് വെറുതെ ഈ സല്ലാസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടും ഈ മീനിൻ്റെ കൂടെ കഴിക്കാൻ പപ്പയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. പിന്നെ വേഗം പെട്ടെന്ന് തന്നെ ആ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടാ. ഇവൻ എഴുന്നേക്കാൻ ഇനി ലേറ്റ് ആകും എന്ന് എനിക്കറിയാം. പക്ഷേ ഏകദേശം ഒരു 3 മണിയായപ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും പപ്പയ്ക്കും ഒക്കെ ഊണയിക്കാനുള്ളതും കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ചോറ് ബാക്കിയുണ്ട്, 2 ആൾക്കും കഴിച്ച് കഴിഞ്ഞിട്ട്. പിന്നെ ഇവനിനി എങ്ങാനും ചോറ് ചോദിക്കുക എന്നും വിചാരിച്ച് ഞാൻ അരി അടപ്പത്തിട്ട് ഒപ്പം തന്നെ കുക്കറിൽ അരിയാണ് ഇട്ടേക്കണത്. കുമ്പാവയുടെ കൂടെ ചോറ് തിന്നാന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു വെച്ചത്. ഇനിയിപ്പോൾ ബിരിയാണി കഴിച്ചില്ലെങ്കിൽ കുമ്പാവയും ഓർഡർ ചെയ്തിട്ട് ചോറിനെ കൂടി കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അതുമൊക്കെ റെഡിയാക്കി. പിന്നെ ഈ കൂട്ടത്തിൽ ഞാൻ മുട്ടയൊക്കെ പുഴുകണമെന്നുള്ള കാര്യമൊക്കെ മറന്നു പോയിട്ടാ. ഇന്നലെ വരെയുള്ള ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആകെ മനസ്സ് കലങ്ങി കിടന്നൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും അതിൽ നിന്നും ഒരു മോചനം അങ്ങോട്ട് കിട്ടി വരണേ ഉള്ളൂ. ഏതായാലും കമൻസിൽ നിങ്ങളെല്ലാവരും തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കമൻസ് വായിച്ച് തന്നെയും എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകിയിരിക്കും. കാരണം എല്ലാവരും എന്നെപ്പോലെയുള്ള അമ്മമാരും എൻ്റെ അനിയത്തി കുട്ടികളും എല്ലാവരും തന്നെ നമ്മുടെ മക്കളെ എല്ലാവരും സ്വന്തം മക്കളെ പോലെ ഇങ്ങനെ കണ്ട് അങ്ങനെ നമ്മളോടൊപ്പം നിങ്ങളും കരയുന്നു, നിങ്ങൾക്കും സങ്കടം വരുന്നു. അതൊക്കെ വായിക്കുമ്പോൾ വീണ്ടും ഞാനിരുന്ന് കരയും കേട്ടോ. ഭയങ്കര ഒരു വിഷമം ആയിരുന്നു. വിഷമം എന്ന് വെച്ചാൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഇത്രയും നമ്മുടെ ഫാമിലീനെ സ്നേഹിക്കുന്നു, കൂടെ നിൽക്കുന്നതെന്നൊക്കെയുള്ള ആ ഒരു സന്തോഷം, അതുകൊണ്ടുള്ള സന്തോഷ കണ്ണീരും ഒക്കെ ആയിട്ടായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരക്കാണ്, ഓരോരോ ആവശ്യങ്ങളുണ്ട് ഓരോ ദിവസങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരിക്കാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ ഇനി നാളെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളും ഈ പ്രീ-കാന കോഴ്സിലേക്ക് പോകണം.
നമ്മുടെ റൂബി കൊച്ചൊറ്റക്കാകും, അല്ലാതെ ഇപ്പം നിവർത്തിയില്ല, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണല്ലോ അത്. അപ്പോൾ റൂബി ഒറ്റക്കാകും. പിന്നെ ഇനി അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ റൂബി കൊച്ചൊറ്റക്കാകുക എന്നൊക്കെ ഒരു സംശയമുണ്ട്. അത് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കുറച്ച് നേരം ഒന്ന് ഒറ്റക്ക് നിൽക്കട്ടെ, ഒരാളെയും ഏൽപ്പിക്കാൻ പറ്റൂല ഇവളെ. അതിൽ നല്ലത് ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് എന്ന് ഞങ്ങൾക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ കാര്യങ്ങൾ അങ്ങനെ ഇത്തിരി മല്ലിയിലേക്ക് നേരത്തെ മേടിച്ച് വെച്ചതായിരുന്നു കേട്ടോ. നമ്മുടെ റയന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ റയൻ ഇപ്പോൾ ബിരിയാണി ഭയങ്കര മടുപ്പാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയില്ല. പിന്നെ റയൻ്റെ കാര്യം എല്ലാവരും ഇങ്ങനെ അറിയാനായിട്ടിരിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. റയൻ ഇപ്പോൾ ഷിപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കയറി. ഇന്നിപ്പോൾ റിച്ചാർഡ് വന്നു കഴിയുമ്പോഴത്തേക്കും വിളിച്ചത് അത് ഹോട്ടൽ മുറിയിൽ നിന്നാണ്. അവിടെ സ്റ്റേ ഒരു എത്രയോ മണിക്കൂറുകൾ മാത്രം രാത്രി. ഇപ്പം റയൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു 11:45 ഒക്കെ ആയപ്പോഴത്തേക്കും അവിടെ 1 മണിയൊക്കെ ആകാറായിട്ടുണ്ട് രാത്രി. ആ സമയത്താണ് റയനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്ന് വെച്ചത്. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് ഉറങ്ങി ക്ഷീണമൊക്കെ തീർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഉറക്കമൊന്നും വരണില്ല എന്ന് പറഞ്ഞിട്ടാണ് ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് ഞങ്ങളെ വിളിച്ചത്. 1 മണി ഒരുപാട് നേരം സംസാരിച്ച് 1 മണിക്കൂറോളം സംസാരിച്ച്. അപ്പോൾ അവിടെ 1 മണിയൊക്കെ ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ അവൻ പറയും നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജൻറ്റ് വന്നിട്ട് നമ്മളെ കപ്പലിലേക്ക് കൊണ്ടുപോയിക്കോളും. റയൻ്റെ കൂടെ വേറെ ഒരു മലയാളി കുട്ടിയുണ്ട്, പിന്നെ ആണെങ്കിൽ വേറെ നാട്ടിൽ നിന്നുള്ള ഇവർ 5 പേരെങ്ങാനുമാണ്. അപ്പോൾ എല്ലാവരും ഒരേ ഹോട്ടലിൽ തന്നെ, ഒരു കുഴപ്പമില്ല, സേഫാണ്, ഒരു പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവൻ്റെ കാര്യം ഒക്കെ നല്ല രീതിയിൽ നടന്നു. റിച്ചാർഡാണ് ഒരുപാട് വിഷമത്തിലായി പോയത്. അപ്പോൾ ഇന്നലെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചൊക്കെ പറഞ്ഞു വെച്ച്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ പൊട്ടത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നൈജീരിയ എന്നൊക്കെയുള്ള സ്ഥലപ്പേര് അവിടെ വരേണ്ട കാര്യമില്ല, നൈജീരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐവറി കോസ്റ്റാണ് സ്ഥലം. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് റിച്ചാർഡ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ എല്ലായിടത്തും എപ്പോഴും ഉണ്ടാകുമെന്നാണ് പപ്പ പറഞ്ഞത്. പപ്പയൊക്കെ ഇങ്ങനെ ചെക്കിങ്ങിൽ പെട്ട് പോയിട്ട് ഇങ്ങനെ അവർ പൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പപ്പയും പറഞ്ഞു. അപ്പോൾ ഇത് എപ്പോഴും നടക്കുന്നത് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നർത്ഥം. റിച്ചാർഡിൻ്റെ പേഴ്സെല്ലാം ഒക്കെ കൊട്ടി എല്ലാം കുടഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കാലിയാക്കി കൊടുത്തെന്നാണ് റിച്ചാർഡ് പറഞ്ഞത്. ഇത്തിരി പൈസ എടുത്തിട്ട് അവൻ ഇത് ഷൂസ് നമ്മുടെ സോക്സിൻ്റെ ഉള്ളിൽ വെച്ചത് മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം പോയി. പിന്നെ ഇപ്പോൾ ഈ പെർഫ്യൂമൊക്കെ ഇവിടെ വന്നിട്ട് ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് മേടിച്ചാന്ന് തോന്നുന്നുണ്ട്, നമ്മളുടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന്. പൈസ എടുത്ത് കയ്യിൽ വെച്ചിരുന്നതെല്ലാം പോയി. അത് ഷിപ്പിൽ വെച്ചിട്ട് അവർ കുറച്ച് ഡോളേഴ്സ് ഇങ്ങനെ എല്ലാ മാസവും പിടിച്ച് കയ്യിൽ വെക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പൈസകളാണ് കുറേയധികം പോയത്. അത് കുഴപ്പമില്ല, ആളിന് കുഴപ്പം കൂടാതെ ഇവിടെ എത്തണം, അത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു. ഏതായാലും വന്ന് അങ്ങനെ റിച്ചാർഡ് ഭക്ഷണമൊക്കെ അധികമൊന്നും കഴിച്ചില്ല, കഴിക്കാൻ പറ്റുള്ള പുള്ളിക്ക്. കുറച്ചൊക്കെ കഴിച്ച് പിന്നെ അപ്പം തന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത് ചായയൊക്കെ കുടിച്ച്. പിന്നെ അവിടെ അവൻ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഐഫോൺ പുതിയത് മേടിച്ചതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നിട്ടാണ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് പപ്പയും രണ്ടാളും അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ എൻ്റേതായ കാര്യങ്ങളിൽ പാത്രങ്ങൾ ഒതുക്കാനും കഴുകാനും ഒക്കെ ആയിട്ട് ഞാനും പോയിട്ടാണ്. അപ്പോൾ ഈ കാണുന്നതില്ലേ ജ്വല്ലറി ബോക്സാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആഭരണങ്ങൾ വെക്കണ ജ്വല്ലറി ബോക്സൊക്കെ കേടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതുപോലെയുള്ള ജ്വല്ലറി ബോക്സ് നമ്മൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇനി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3 275 രൂപയാണ്. പിന്നെ നമ്മളുടെ നീളമുള്ള വലിയ ഷോ ചെയിൻ പോലത്തെ മാലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീളമുള്ള ഇതുപോലത്തെ ബോക്സ് കിട്ടും കേട്ടോ. പല ടൈപ്പ് ഉണ്ട്. നമ്മളുടെ ആഭരണത്തിനൊത്തത് നമുക്ക് നോക്കിയെടുക്കാം. ഓൺലൈനിൽ ഇതുപോലത്തെ ഒരുപാടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ജ്വല്ലറി വെക്കുന്ന ബോക്സ് ഒക്കെ പഴകി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതൊക്കെ പഴകി പൊട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ 2 മാലകളൊക്കെ എടുത്ത് വെക്കുക. എപ്പോഴും നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ അവർ നമ്മളോട് പറയും ഈ ബോക്സിൽ തന്നെ വെക്കണേ, കാരണം അത് ഡാമേജ് ആക്കാൻ പറ്റിയ പല കല്ല് മുത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ചുരുട്ടി കൂട്ടി ഒരു സ്ഥലത്തും ഇങ്ങനെ വളച്ചൊക്കെ ആക്കി കുഞ്ഞു ചെപ്പുകളിലൊക്കെ ആക്കി വെക്കരുതെന്ന് ഞാനിത് മേടിക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബോക്സിൽ തന്നെ എപ്പോഴും വെക്കണം. പക്ഷേ എനിക്ക് ഓരോ ജ്വല്ലറി വെക്കാനുള്ള ബോക്സില്ല, അതുകൊണ്ട് ഞാൻ 3 ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു സ്റ്റീലിൻ്റെ മെഷറിങ് കപ്പ്. എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് മെഷറിങ് കപ്പ് ഉണ്ട്, അതെല്ലാം ഞാൻ കളയാൻ പോണേ, കുറേ പഴകിയല്ല. അപ്പോൾ ഇനി സ്റ്റീൽ മതി, അതാകുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി എപ്പോഴും വെക്കാം, കുഴപ്പമില്ലല്ലോ. ചൂടാണെന്നുണ്ടെങ്കിൽ നമുക്കതിലെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. വില കൂടിയ സ്റ്റീലിൻ്റെ മെഷറിങ് കപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കാൻ ഇട്ടാണ് 1500 രൂപയോ അങ്ങനെ എന്തൊക്കെയോ വിലയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞാനങ്ങനെ കുക്കിംഗ് ചാനലൊന്നും നടത്തണില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കാരണം എല്ലാം നമ്മൾക്ക് മെഷർ ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ മെഷർ ചെയ്തേ നമ്മൾ എടുക്കും.
എടുക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടൂല. ഇപ്പോൾ ഇത്തിരി ചപ്പാത്തി ഉണ്ടാക്കണം, 1 കപ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ 4 ചപ്പാത്തി അല്ലെങ്കിൽ ചെറിയ ചപ്പാത്തി ആണെങ്കിൽ 5 ചപ്പാത്തി എന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടും. അപ്പോൾ വെറുതെ കൊട്ടിയിട്ടാൽ നമുക്ക് ആ കണക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പാചകത്തിനും മെഷറിംഗ് കപ്പ് വേണം. അതിൻ്റെ വില 175 രൂപയാണ് കേട്ടോ. അത് നല്ലതാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ബോക്സുകൾ. ഇതൊക്കെ ഒരെണ്ണം പൊട്ടിക്കിടക്കണ, ഒരെണ്ണം അഴുക്കായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പൊട്ടിയിട്ടില്ല, പക്ഷേ അഴുക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി ജ്വല്ലറി എല്ലാം നമ്മൾ മറ്റേതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. താങ്ക്